തക്ക തെയ്യും താം തെയ്യും 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 തക്ക തെയ്യും താം. അച്ചായോ, അച്ചായ, ഇത് ഞാനിത് എവിടെ പോയി കിടക്കുന്നു? അച്ചായ, ഹലോ രാജു, നീ എവിടാ? അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം. ഞാനിപ്പം വരാം. ചെറിയൊരു കൊട്ടേഷനാ. എന്തുവാടേ, കൊച്ചമ്മയുടെ കൊട്ടേഷനാണോ? കല്യാണത്തിന് പോന്നോ, അഭിനയിക്കാൻ പോന്നോ? കണ്ണട ഒരുക്കളാ. ഓരോരോ കോപ്രായങ്ങള് വയസ്സാം കാലത്ത്. ഇത് പിടിക്ക്. പൈസ തരാനുള്ളവരുടെ ലിസ്റ്റാ. ആ ലക്ഷ്മി കൊച്ചൻ്റെ വീട്ടിൽ നിന്ന് പൈസ മേടിച്ചിട്ടേ ഇന്ന് ഇറങ്ങാവൂ. പ്രമാണം പോലും മേടിക്കാതെ നമ്മൾ പൈസ കൊടുത്തിരിക്കുന്നത്. രാജു, നമുക്കിന്ന് 1-2 വീട് കയറി ഇറങ്ങണം. ആയിക്കോട്ടെ. ആയിക്കോട്ടും കോഴിക്കോട്ടും ഒന്നും അല്ല, ഇവിടെ അടുത്ത് തന്നെ. ഒന്ന് നിന്നേ. കണ്ണാടി ഊരി മാറ്റാം. ഏടാ രാജു, ഇത് ഞാനൊരു മണഗുണാഞ്ചന. തരാനുള്ളവർ പറയുന്നതും കേട്ട് ഇളിച്ചോണ്ടിങ്ങി വരും. നിന്നെ ഞാൻ കൂടെ കൂട്ടിയത് എന്തിനാണെന്നറിയാലോ? വില്ലത്തരം കാണിക്കേണ്ടടുത്ത് വില്ലത്തരം തന്നെ കാണിക്കണം. പലിശ തരാനുള്ളൊരു 1 മാസം മുടങ്ങിയ പിന്നെ എനിക്കങ്ങ് ഭ്രാന്ത. ഈ മാസം 1 ലക്ഷം രൂപ പിരിച്ച അടുത്ത മാസം അതൊരു 1.5 ലക്ഷം രൂപയാകണം. അതാണ് എൻ്റെ ഒരു ബിസിനസ്. എങ്ങനെ? എന്നാ നിങ്ങൾ പോയിട്ട് വാ. അച്ചായനൊന്ന് വരട്ടിയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. 2 3 സ്റ്റാർട്ട്. തെയ്യും തക്ക തെയ്യും താം തെയ്യും തക്ക തെയ്യും താം തെയ്യും തക്ക തെയ്യും താം തെയ്യും തക്ക താതേ തേതാം ദിത്തേ തേതാം താതേ തേതാം ധിത്തേ തേതാം താതേ തേതാം ദിത്തേ തേതാം താതേ തേതാം ധിത്തേ തേതാം താതേ തേതാം ദിത്തേ തേതാം താതേ തേതാം. പേടിച്ചു പോയാ? ഡാൻസ് പഠിക്കാൻ വന്നേ അല്ല, മോള് പോയി പൈസ എടുത്തോണ്ട് വന്നേ. അയ്യോ അച്ഛാ, എന്താ ചോദിച്ചാ? അതാ വരുന്നു. എന്താ ചോദിച്ചാ? ഈ പിള്ളേരെന്തിനാ നോക്കുന്ന? പണിയാവോ? അയ്യോ, ഷോ, കൊട്ടേഷന് വന്നിട്ട് നമുക്ക് പണി കിട്ടുമോ? നമ്മളുടെ അടുത്ത് ആ കളി. ഇത് പണി തന്നെ. ഇവന്മാരെ രണ്ടിനെ ഇന്ന് ഇവിടെ നോട്ടിക്കണം. പൈസക്കാണെങ്കിൽ ഇങ്ങോട്ട് വന്നോ? എന്റെ ടീച്ചറിനെ കരയിപ്പിക്കാൻ ഇനി ഇങ്ങോട്ട് വന്നു പോവേ. കേട്ടല്ലോ. എന്റെ അമ്മ
ഓടിക്കോ ഓടിക്കോ, തിരിഞ്ഞു പോലും ഇങ്ങോട്ട് നോക്കിക്കോ. മേലെ ഇനി ഇങ്ങോട്ട് വന്നു വരുത്. അച്ചായ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സമയം കഴിഞ്ഞിരിക്കുക. ഞാൻ 1 മാസത്തിനുള്ളിൽ പൈസയും കൊണ്ടുതരാം. ഇത് ഞങ്ങൾ ഒരുപാട് കേട്ടതാ. കാർണോരുടെ അന്നത്തെ അവസ്ഥ ഈ കൊച്ചു വന്ന് പറഞ്ഞതിൻ്റെ പേരില ആധാരം പോലും മേടിച്ചു വെക്കാതെ കാശ് അങ്ങോട്ട് എണ്ണി തന്നത്. 1 മാസത്തിനുള്ളിൽ കാശ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാ കാശ് വാങ്ങിച്ചേ. വർഷം ഇപ്പം 2ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാശ് വേണം. എടി കൊച്ചേ, ഓ ഈ സമയത്ത് ആരാണാവൂ. എടി കൊച്ചേ, തരാനുള്ള പൈസ മുതലും പലിശയും ചേർത്ത് 1 ആഴ്ചക്കുള്ളിൽ വീട്ടിൽ കൊണ്ടെത്തിച്ചേക്കണം. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ഞാനങ്ങ് മാറ്റും. പറഞ്ഞത് കേട്ടോ കാരണവരെ? ഞാനിപ്പോൾ പോകുന്നു. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതെന്ത് ഭാവിച്ചു? പണിപ്പാളെന്നാ തോന്നുന്നേ. എൻ്റെ കർത്താവേ, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതാണ് നല്ലത്. എൻ്റെ ഈശോയെ, ഇത് എന്നാ പിള്ളാരാ ഇത്? ടീച്ചർ ഇനി വിഷമിക്കണ്ട, അവന്മാർ ഇനി ഇങ്ങോട്ട് വരത്തില്ല. എന്താടി കൊച്ചേ, കാശിന് വന്നതാവല്ലേ? എന്താടി പെട്ടെന്ന് ഇത്ര കാശിന് ആവശ്യം? കൊച്ചിനയക്കാറൊന്നും ആയില്ലല്ലോ. വീടിന്റെ പണിക്ക് വേണ്ടിട്ടായിരുന്നു. എത്രയാ നിന്റെ ആവശ്യം? ഒരു 2 ലക്ഷം വേണമായിരുന്നു. അത്രയൊന്നുമില്ല, പിന്നെ ഞാൻ നോക്കട്ടെ. പൈസയൊക്കെ ഞാൻ തരാൻ കൊച്ചേ. നീ പോയി പ്രമാണം ഉണ്ടേ കൊണ്ടുപോവാ. സാധാരണ ഞാൻ പ്രമാണം കിട്ടിയിട്ടേ പൈസ കൊടുക്കാറുള്ളൂ. വീടിന്റെ ആധാരം ബാങ്കിലാ കൊച്ചമ്മേ. അപ്പൊ നടക്കൂല മോളെ. അയ്യോ അങ്ങനെ പറയല്ലേ കൊച്ചമ്മേ, വേറെ ഒരു നിവർത്തിയില്ലാത്തത് കൊണ്ടാ. പലിശ കൃത്യമായി ഞാൻ എത്തിക്കാം. ഞാനൊരു ചിട്ടിക്ക് കൊടുക്കുന്നുണ്ട്, അത് അടിക്കുമ്പോൾ ഞാനിങ്ങ് തിരിച്ചു തരാം. വേറെ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ടാന്നേ. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. കൊച്ചിപ്പോ പോയേ. അയ്യോ കൊച്ചമ്മേ,